മലയാള സിനിമയിൽ അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു അണ്ടർ റേറ്റഡ് സ്കാം നടക്കുന്നുണ്ട്. സ്ഥിരമായി തിയേറ്ററിൽ പോകാത്തൊരു ശ്രദ്ധിക്കില്ല, നമ്മളൊക്കെ ശ്രദ്ധിക്കും. ധ്യാൻ ശ്രീനിവാസൻ സ്കാം എന്ന് പറഞ്ഞാൽ ധ്യാൻ ശ്രീനിവാസൻ്റെ ഡേറ്റ് 1-2 ദിവസത്തേക്ക് ഒപ്പിക്കുക, കുറച്ച് സീനുകൾ ഷൂട്ട് ചെയ്യുക, അവിടെ ആയിട്ട് ധ്യാൻ ശ്രീനിവാസനെ കാണിച്ച് പോവുക. പടത്തിൽ മുക്കാലും വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും. എന്നിട്ട് പോസ്റ്റർ വരുമ്പോൾ ധ്യാൻ ഇങ്ങനെ മുഴച്ചിങ്ങനെ നിൽക്കും, ധ്യാൻ്റെ പടം എന്നുള്ളൊരു ലേബൽ വരും. എനിക്ക് മനസ്സിലാണ് ധ്യാനേ ഒരു ഓപ്പൺ ഹൈമറാണ്. ഞാൻ അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് അറിഞ്ഞൂടാ. അതൊന്നുമല്ല, ധ്യാൻ ശ്രീനിവാസൻ്റെ ഒരു തല കാണുമ്പോഴേക്കും കുറച്ച് പേരെങ്കിലും ഈ പടം പോയി കാണും, അല്ലെങ്കിൽ ആരും പോയി കാണില്ല എന്നുള്ള ഒരു ഉള്ള സ്കാമാണ്. പക്ഷേ അത് ഒരു ചേച്ചിയെ കാണിച്ചിട്ട് അനിയത്തെ കെട്ടിക്കുന്ന ഒരു പരിപാടിയാണ്. തിരിഞ്ഞല്ലേ എന്തായാലും അങ്ങനത്തിൽ സനീഷ് ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത് നായകനായിട്ട് വന്നിട്ടുള്ള ധ്യാൻ ശ്രീനിവാസ് അവിടെ ആയിട്ടുള്ള ഒരു സിനിമയാണ്, ഒരു ഹൊറർ ഫാൻറ്റസി പടം. അതാണ് ദ സീക്രട്ട് ഓഫ് കലിംഗ. ഈ പടത്തിൽ അത്യാവശ്യം നന്നായിട്ട് എടുത്തു പൊക്കാനുള്ള ഒരു പ്ലോട്ട് അവർ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്ക്രിപ്റ്റിൽ കാര്യമായിട്ട് പണിയെടുത്തിട്ടില്ല. പക്ഷേ ഒരു വിഷനൊക്കെ ഭയങ്കര വലുതാണ്. ഇതിലുള്ള വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് കുറച്ച് പ്രതീക്ഷകളുണ്ട് ഈ പടം തുറന്നിട്ടുണ്ടെന്ന്. AI സാധ്യതകൾ ഈ സിനിമയിലെ AI പോർഷൻസ് അത്യാവശ്യം നല്ല വൃത്തിയുണ്ടായിരുന്നു. ഇപ്പോൾ മുമ്പ് വേറൊരു AI പടം വന്നായിരുന്നു, അയ്യപ്പൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ AI പോർഷൻസ് തീരെ കൺവിൻസ്ഡ് ആയിട്ടില്ല, കോമഡി ആയിരുന്നെങ്കിൽ ഇതിൽ കുറേ പോർഷനൊക്കെ നല്ല രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതിലും AI റിയാസ് ഖാനുണ്ട്, ഇതിലും AI റിയാസ് ഖാനുണ്ട്. വാട്ട് എ കോയിൻസിഡൻസ്. നമ്മളെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ അത് കുറേ പോർഷൻസ് നമുക്കെന്ന് പറഞ്ഞാൽ നമ്മളെ ഉള്ള ബഡ്ജറ്റ് വെച്ചിട്ട് നമുക്ക് AI സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ പടങ്ങൾ നമ്മൾ വിഷൻ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു സാധ്യത തുറന്നിടുന്നുണ്ട് ഈ സിനിമ. AI പോർഷൻസും അത്യാവശ്യം CGയും നന്നായിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ സൗണ്ടിൽ കാര്യമായിട്ട് പണിയെടുത്തിട്ടുണ്ട്. പക്ഷേ സിനിമയുടെ സിറ്റുവേഷനായിട്ട് ബ്ലെൻഡ് ആവുന്നില്ല പലതും. പക്ഷേ വർക്കായിരുന്നു. ഒരു സൗണ്ട് ബഹളം, സൗണ്ട് മിക്സിങ്, ഡിസൈന്, ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നമുക്ക് ഒരു തിയേറ്റർ സാധനം പടത്തിൽ അവിടെ ആയിട്ടുണ്ട്. പടത്തിൽ ഒരു ഷോർട്ട് ഫിലിമിൽ കാണിക്കാനുള്ള ഒരു ത്രെഡ് സാധനത്തിലുണ്ട്. പക്ഷേ അതിന് ഒരു 2 മണിക്കൂർ സിനിമയാക്കി കാണിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് പോകേണ്ട ഇൻഗ്രീഡിയൻസൊക്കെ നല്ല ലാഗിങ്ങും നീങ്ങാത്ത പോലെയും ഒരു കാര്യമില്ലാത്ത കാര്യമായിട്ട് പലയിടത്തും പോയി. സിനിമ പലയിടത്തും നീങ്ങാത്ത പോലെ. അതായത് ഒരു കോളേജ്, അതിൻ്റെ ഒരു ചുറ്റിപ്പറ്റി ഒരു കാടുണ്ട്, മന്ദാകിനി കാട്, ഒരു കിണർ, ഒരു മിത്തോ പരിപാടി. അത് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അത് നമുക്ക് മനസ്സിലായി ഇതിനകത്ത് ഇതാണ് പരിപാടി. അത് വീണ്ടും കാണിച്ച് കാരണം ഇവർക്ക് അവസാനത്തെ പരിപാടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഒന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. സനീഷ് ഉണ്ണികൃഷ്ണൻ്റെ ഡയറക്ഷൻ പലയിടത്തും ആദ്യത്തെ പടത്തിൻ്റെ ഉണ്ട് ഒരു പ്രശ്നം തോന്നുന്നുണ്ട്. അഭിനയം വലിയ കുഴപ്പമില്ല ചെയ്തിട്ടുണ്ട്. ചങ്ങാതി ചിലപ്പം തോന്നുമ്പം നമ്മൾ ലോലിനെ പോലെ തോന്നും, ചില സൈഡിൽ നോക്കുമ്പോൾ അഖിൽ NRD പോലെ തോന്നും, ചിലപ്പോൾ നോക്കുമ്പം മറ്റേ ഇതുണ്ടല്ലോ ചേച്ചി നീ അടുത്ത കാലത്ത് വിളിച്ചോണ്ട് നടക്കുന്ന ഒരു ഹിന്ദി ചെറുക്കനുണ്ടല്ലോ, പേര് മറന്നുപോയി, അവനെ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. അഭിനയം കുഴപ്പമില്ല, പക്ഷേ ഡയറക്ഷൻ കുറച്ചുകൂടി നല്ല മെച്ചപ്പെടാനുണ്ട്. ഈ സിനിമയിൽ മെയിനായിട്ട് ഒരു സീൻ വരുമ്പോൾ തന്നെ സ്റ്റാർട്ട് ആക്ഷൻ പറഞ്ഞ് ഡയലോഗ് പറഞ്ഞ് തുടങ്ങുമല്ലോ, ആ സമയത്തൊരു ഡിലേ ഉണ്ട്. അതിനുശേഷം ഇവർ ഡയലോഗ് പറഞ്ഞ് തുടങ്ങുള്ളൂ. അതുപോലും കട്ട് ചെയ്യാതെ ഒരു സീൻ തുടങ്ങിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഒരു ഡയലോഗ് പറയുന്നത്. അത് നമുക്ക് എവിടെ നിന്നായിട്ട് മനസ്സിലാവും. അതുപോലെ ധ്യാൻ ശ്രീനിവാസൻ ഒരു മ്യാൻമന ഇല്ലത്ത് 2 ദിവസത്തേക്ക് ഷൂട്ടിങ്ങിന് വിളിച്ചിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് നമുക്കറിയാം. കാരണം ഈ പുള്ളിക്കാരൻ സനീഷ് വരുമ്പം തന്നെ പുറത്ത് സനീഷിനെ കാണുമ്പോൾ വേറൊരു ഗെറ്റപ്പം, താടിയൊക്കെ കട്ടിയായിട്ടിരിക്കുമ്പോഴും ഈ ധ്യാൻ്റെ കൂടെ വരുമ്പോഴൊക്കെ ഒരു ചെറുപ്പക്കാരൻ വേറൊരു ഗെറ്റപ്പാണ്. ലൂപ്പാണെന്ന് അറിഞ്ഞൂടോ, ചുരുളി പോലെ പുറത്തൊരു ലൂപ്പ് അകത്തൊരു ലൂപ്പ് എന്തൊക്കെയോ. ഇദ്ദേഹം വരികയാണ് വിത്ത് ജർമ്മനി ദ ഫ്ലാഗ് ഓൺ ഫോർ ഹെഡ്. അങ്ങനെ വരികയാണ്. കമ്പ്യൂട്ടർ നോക്കുന്നു, മൊബൈൽ നോക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കാട്ടാക്കട ഇവിടെ ഉണ്ടാണ് നിതിനെ വിളിക്കുന്നു. ഇതൊക്കെ തന്നെ അവിടെ തന്നെ ചുറ്റിപ്പറ്റിയാണ്, പുറത്തിറങ്ങാൻ പറ്റില്ല. ബഡ്ജറ്റിൻ്റെ പ്രശ്നമുണ്ടല്ലോ. കൂടെ അൽത്താഫും ഉണ്ട്, വെറുതെ ഒരു കാര്യമില്ല. ധ്യാൻ ശ്രീനിവാസനത് മേപ്പാടൻ പ്ലസ് സേതുരാമയ്യർ പോലത്തെ ഒരു ക്യാരക്ടറാണ്. ഒരു മടി പിടിച്ച് ഇരിക്കുന്ന ഒരു മന്ത്രവാദിയായിട്ട് അവിടെ ഇരിപ്പുണ്ട്. പിന്നെ കുറേ ടീച്ചർമാരുണ്ട്, പിന്നെ കുറേ പൂർവ്വകാല വിദ്യാർത്ഥികളുണ്ട്, അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ടീച്ചർ മീറ്റിങ്ങിനിടയിൽ കഴപ്പ്, ക്രിമിയടി എന്നൊക്കെ പറയുന്നുണ്ട്. മറ്റേ ടീച്ചർക്കായിട്ട് ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട്. അതൊക്കെ എന്താ പറഞ്ഞൂടാ. പിന്നെ കുറേ കമ്മ്യൂണിസ്റ്റ് ഊക്കുകൾ സ്ഥിരം സോഷ്യൽ മീഡിയയിൽ വരുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് ചുമ്മാ ഫോഴ്സ്ഡ് ആയിട്ടേ കാര്യമുള്ള കാര്യത്തിൽ കയറ്റിയാലല്ലേ അത് നമുക്ക് കാണുമ്പോൾ ഒരു കോമഡി എടുത്തുള്ളൂ. ഇതിൽ കോമഡി പോർഷൻസ് തീരെ വർക്കൗട്ടായില്ല. ചിലതൊക്കെ മറ്റേ ഗീതാഞ്ജലിയിൽ കാണിച്ചു വച്ചിരിക്കും പോലത്തെ ഡബിൾ മീനിങ് വിഷ്വലുള്ള പരിപാടി, അതൊക്കെ അതുപോലെ കാണിച്ചിട്ടുണ്ട്. പിന്നെ കുറേ പേര് പിന്നെ ഉള്ളത് നമ്മൾ മാളവിക മേനോൻ, മറ്റേ മെറീന മൈക്കൽ, ലക്ഷ്മി നന്ദൻ, ഗൗരി നന്ദ, ഇവരൊക്കെ എന്തിനാണെന്ന് അറിഞ്ഞൂടാ. ഇവർക്ക് കോളേജിൽ എന്തിൻ്റെ ഇതിനകത്ത് പറഞ്ഞ ക്രിമേഡിയാണെന്ന് അറിഞ്ഞൂടാ, എന്തൊക്കെയോ കാണിച്ചു പോകുന്നുണ്ട്. അതുപോലെ ഉല്ലാസ് പന്തളത്തിന് കോളേജിൽ അസമയത്ത് വരാൻ ഉള്ളൊരു കാരണം ഇത് വേറെ ഒരിടത്തൊന്നും പറ്റൂലായിരിക്കും. ഇങ്ങനെ ചുമ്മാ കോയിൻസിഡൻ്റായിട്ട് കുറേ കാര്യങ്ങൾ കുറേ ആൾക്കാർ അവരുടെ കൊണ്ടുവരിക. എന്നാൽ അവിടെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും എഴുത്തിലൂടെ വെറൈറ്റി ആയിട്ട്. പക്ഷേ 1-2 ജംപ് സ്കെയറുകൾ കൊള്ളായിരുന്നു. ആ സെറ്റ് ഇട്ടിരിക്കുന്നത് CG വാട്ടെവർ ആയാലും അതൊരു ആംബിയൻസ് അവർ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ സ്ക്രിപ്റ്റിൽ പണി നടന്നിട്ടില്ല. തൃഷ വിനോദ് എന്നൊരു കൊച്ച് അത്യാവശ്യം നല്ല അഭിനയമൊക്കെ ആയിരുന്നു, മുഴുനീളം ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നിതിൻ പരമേശ്വരൻ,
അതായത് കാട്ടാക്കട എവിടെ ഉള്ളടാ, പുള്ളിയുടെ ആ സീനൊക്കെ അതുപോലെ കാട്ടാക്കടയൊക്കെ ഇതിനകത്ത് കൊണ്ടുവരണം, പറയണം. പക്ഷെ പുള്ളി ഞാൻ മറ്റേ അതിരടിയിൽ ശ്രദ്ധിച്ച കാര്യം, പുള്ളിക്ക് സിനിമയ്ക്കകത്തുള്ള പെർഫോമൻസ് അത്രയ്ക്ക് അങ്ങോട്ട് ഒക്കല്ല മറ്റതുപോലെ. എനിക്ക് മറ്റേ നമ്മളെ പണ്ടത്തെ നെൽസൺ ഉണ്ടല്ലോ, നെൽസൺ സ്കിറ്റിലൊക്കെ വരുമ്പോൾ പുലിയാവും, സിനിമയിൽ വരുമ്പോഴേക്കും ഒരു ചെറിയൊരു പരിഭ്രമം പോലെ അത് പുള്ളിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പം ഈ ഒരു കംഫർട്ടബിൾ സോണിൽ നിന്ന് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം, ക്യാമറ മറ്റേ ഇതൊക്കെ എന്തോ അത് ശരിയാക്കി വന്നാൽ പുള്ളിക്ക് നല്ലത്. പക്ഷേ ഇതിൽ കുറേ നേരം ഉണ്ടെങ്കിലും ഒരു കോമഡിയും ഇല്ല, ഒന്നുമില്ല, ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാത്ത ഒരു കഥാപാത്രം. ഫസ്റ്റ് ഹാഫ് ഇതാണ്, കിണറിനെ ചുറ്റിപ്പറ്റി ദുരൂഹതയുണ്ട്, അത് എന്താണ് ഏതാണെന്ന് നമ്മൾ അവസാനം വരെ കാത്തിരിക്കും, എന്താണ് പരിപാടി എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സസ്പെൻസ് ഉണ്ടാക്കി അങ്ങ് പോവുകയാണ്. ഒരേ സാധനം തന്നെ വീണ്ടും വീണ്ടും കാണിച്ച് കാണിച്ച് അങ്ങ് പോകണം. സെക്കൻഡ് ഹാഫ് വരുന്ന സമയത്ത് പിന്നെ കുറേ പേടിപ്പിക്കണം. ഇതിന് ഒരു യുക്തിയില്ല ഈ കാണിക്കുന്നതിന്. ഫാൻറ്റസി പടത്തിൽ യുക്തി വേണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ സീനുകളുടെ കണ്ടിന്യൂറ്റിക്ക് ഒരു യുക്തി വേണ്ടേ? ഞാൻ പറഞ്ഞില്ലേ, ഒരാൾ ഒരു സ്ഥലത്ത് വരുമ്പോൾ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് അവിടെ വരുന്നത്. അത് ഒരു റിസ്ക് പിടിച്ച് ഒരാളെന്ന് മറച്ചു വെച്ചിട്ടൊക്കെയാണ് വരുന്നത്. എന്നാൽ ആദ്യം ആ പരിപാടി കഴിഞ്ഞിട്ടങ്ങ് വീട്ടിൽ പോകാൻ നോക്കണോ, അതോ ഞാൻ കൂടുതൽ പറഞ്ഞ് സ്പോയിലാക്കണം, അങ്ങനെ കുറേ ഒരു ലോജിക്കില്ലാത്ത കുറേ ഇത്. പിന്നെ ഇതിൻ്റെ ഒരു ഇത് പറഞ്ഞാൽ ഇതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു സെറ്റപ്പാക്കി ഒരു സിനിമയുടെ തുടക്കം വെച്ചിട്ട് സെക്കൻഡ് ഹാഫ് ഇവരൊരു AI പരിപാടി ഭാവിയിൽ അടുത്ത പടത്തിൽ ആലോചിക്കുന്നുണ്ട്. അത് തന്നെ ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് സെക്കൻഡ് ഹാഫ് അതായിട്ട് കാണിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ഈ സിനിമ വന്നേനെ എന്നെനിക്ക് തോന്നി. കാരണം കണ്ടൻറ്റ് വൈസ്, അല്ലാതെ ഇതിനകത്ത് വെറും ഫ്ലാറ്റായി പോയി, പ്രത്യേകിച്ചൊന്നുമില്ലാത്ത. ഇപ്പോൾ പുള്ളിക്ക് ഒരു സിനിമ എടുക്കണം, പുള്ളിക്ക് അഭിനയിക്കണം എന്നുള്ളത്, പുള്ളി അഭിനയമൊക്കെ കൊള്ളാം, അതിനുവേണ്ടി ഒരു സിനിമ ചെയ്തു വെച്ചിരിക്കും പോലെയാണ് എനിക്ക് തോന്നിയത്. 2 മണിക്കൂറുള്ള സിനിമ, ഒരുപാട് ലെങ്തുള്ള ഒരു സിനിമ കണ്ട പോലത്തെ ഒരു ഫീലാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഡയറക്ടർ ഫോട്ടോഗ്രാഫി അശ്രിത് സന്തോഷ്. പുള്ളിക്കാരൻ പണി അറിയാം, പക്ഷേ പുള്ളിക്ക് കൊടുത്തത് ഷോർട്ട് ഫിലിം എടുക്കുന്ന ക്യാമറ ആയിപ്പോയി, അതാണ് പ്രശ്നം. എഡിറ്റ് അശ്വന്ത് രവീന്ദ്രൻ്റെ പ്രശ്നം ഇത് തന്നെ. ഈ സ്റ്റാർട്ട് പറയണതും കട്ട് പറയണ സമയത്തുള്ളതെല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പടം 2 മണിക്കൂറാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. 2 മണിക്കൂറാക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല എണ്ണ. 1 മണിക്കൂർ 40 ആണെങ്കിൽ നമുക്ക് സിനിമ കാണാം. മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ ധനുഷ് ഹരികുമാർ, വിമൽജിത്ത് വിജയൻ. നല്ല കുറേ സ്കോറുകൾ ഇതിനകത്ത് കേൾക്കാം, പക്ഷേ സിനിമയായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോയിട്ടില്ല. പക്ഷേ നമുക്ക് കേട്ടോണ്ടിരിക്കുമ്പോൾ ഒരു ഉറങ്ങിപ്പോകാത്ത രീതിയിൽ പടത്തിനെ ലൈവാക്കി നിർത്താൻ പറ്റുന്നുണ്ട്. അനിമേഷൻ അഖിൽ പരപ്പനങ്ങാടി കൊള്ളാം, തുടർന്ന് നല്ല വർക്ക് ഉണ്ടാവട്ടെ, കുറേ ക്രിയേറ്റീവായിട്ടൊക്കെ സാധനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കട്ടെ. ഓഡിയോഗ്രാഫി സുബിൻ ജോസഫ്, അത് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് സിനിമ. ധ്യാൻ ശ്രീനിവാസൻ്റെ സിനിമയൊന്നുമല്ല, ധ്യാൻ ശ്രീനിവാസ് അവിടെ ആയിട്ടൊക്കെ ഉണ്ട്. ഒരു ഹൊറർ ഫാൻറ്റസി പരിപാടിയാണ്. ഒരു സാധനം സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ പടത്തിൽ മൊത്തത്തിൽ. ഇനി അടുത്ത പടം വരുമോ ഇല്ലെന്ന് അറിഞ്ഞൂടാ. അത് കുറച്ച് വൃത്തിക്ക് ആയിട്ട് ചെയ്യാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.